പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കാറിൽ യാത്ര ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പാർലമെന്റായ കെനെസെറ്റിനെ മോദി അഭിസംബോധന ചെയ്തതിനു ശേഷമാണ് ഇരു നേതാക്കളും ഒരുമിച്ച് യാത്ര ചെയ്തത്. സാങ്കേതിക വിദ്യയിലെയും നൂതന സംരംഭങ്ങളിലെയും പുരോഗതികൾ വിലയിരുത്തുന്നതിനുള്ള പ്രദർശനത്തിലേക്കായിരുന്നു ഇരുവരുടെയും യാത്ര. മോദിക്കൊപ്പം കാറിലിരിക്കുന്ന ചിത്രം പങ്കുവച്ച നെതന്യാഹു നമ്മൾ ഒരുമിച്ച് മുന്നേറുന്നു എന്ന് ഹിന്ദിയിൽ കുറിച്ചു. സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലും ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാകുന്നു, നമ്മൾ ഒരുമിച്ച് മുന്നേറുന്നു എന്നാണ് നെതന്യാഹു കുറിച്ചത്. നെസറ്റിനെ അഭിസംബോധന ചെയ്ത മോദി ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള 2000-ലധികം വർഷത്തെ പഴക്കമുള്ള ബന്ധത്തെക്കുറിച്ച് തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. താൽമുദിലും പുരാതന ഗ്രന്ഥങ്ങളിലും ഇന്ത്യയുമായുള്ള വ്യാപാരത്തെക്കുറിച്ച് പരാമർശമുള്ള കാര്യവും മോദി ഓർമ്മിപ്പിച്ചു. നെസറ്റിലെ അംഗങ്ങളുമായി മോദി ആശയവിനിമയം നടത്തി. പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നൽകി നെസറ്റ് മോദിയെ ആദരിക്കുകയും ചെയ്തു. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മോദി നൽകിയ വ്യക്തിപരമായ നേതൃത്വത്തിനാണ് ആദരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തിയത്. 9 വർഷത്തിനിടെ 2ാം തവണയാണ് മോദി ഇസ്രായേലിൽ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ 2017 ജൂലൈയിലായിരുന്നു മോദി ഇസ്രായേൽ സന്ദർശിച്ചത്. ബുധനാഴ്ച ടെൽ അവീവ് വിമാനത്താവളത്തിലെത്തിയ മോദിയെ നെതന്യാഹുവും ഭാര്യ സാറ നെതന്യാഹുവും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ആചാരപരമായ വരവേൽപ്പും നൽകി. വരവേൽപ്പ് ചടങ്ങിന് ശേഷം ഇരു പ്രധാനമന്ത്രിമാരും ഹ്രസ്വമായി കൂടിക്കാഴ്ചയും നടത്തി. ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളും ജൂത ഇന്ത്യൻ പ്രവാസി പ്രതിനിധികളും ഉജ്ജ്വലവും ആവേശകരവുമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുദൃഢമായ സൗഹൃദത്തെ പ്രതിദാനം ചെയ്യുന്ന സാംസ്കാരിക പരിപാടികൾ ഇന്ത്യൻ ഇസ്രായേലി കലാകാരന്മാർ അവതരിപ്പിച്ചു. ഇസ്രായേൽ സന്ദർശനം പൂർത്തിയാക്കി മോദി വ്യാഴാഴ്ച മടങ്ങും. അതേസമയം 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിലുണ്ടായ ഹമാസ് ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ഭീകരതയ്ക്കും സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിനും ന്യായീകരണമില്ല. ഇസ്രായേലിനൊപ്പം എന്നും എപ്പോഴും ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹമാസിന്റെ ക്രൂരമായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇന്ത്യൻ ജനതയുടെ പേരിൽ അനുശോചനം അറിയിക്കുന്നതായി മോദി പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പാർലമെന്റിലുണ്ടായിരുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് സ്വീകരിച്ചു. ഇന്ത്യയും ഭീകരവാദത്തിന് ഇരയാണെന്ന് 2008-ലെ മുംബൈ ഭീകരാക്രമണത്തെ മോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഔദ്യോഗികമായി ഇസ്രായേലിനെ അംഗീകരിച്ച ദിവസമായ 1950 സെപ്റ്റംബർ 17-നാണ് താൻ ജനിച്ചതെന്നും മോദി പറഞ്ഞു. ഗാസ സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണയറിയിച്ച മോദി മേഖലയിൽ എല്ലാവർക്കും നീതിയും ശാശ്വത സമാധാനവും വേണമെന്നും വ്യക്തമാക്കി. നെസറ്റിൽ പ്രസംഗിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മോദി ഇസ്രായേലിന്റെ ഉറച്ച സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം ഇന്ത്യയെ മാറ്റിമറിച്ചുവെന്നും നെസറ്റ് സ്പീക്കർ അമീർ ഒഹാന പ്രശംസിച്ചു. മോദിയെ തന്റെ സുഹൃത്തു മാത്രമല്ല സഹോദരനാണ് എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ലോകമെമ്പാടും പ്രശസ്തമായ മോദി ഹഗ് തനിക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പാർലമെന്റിൽ പറഞ്ഞു. മോദി ഇസ്രായേലിന്റെ വലിയൊരു സുഹൃത്തും ഇന്ത്യ ഇസ്രായേൽ സഖ്യത്തിന്റെ വലിയ പോരാളിയുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 140 കോടി ജനങ്ങളുള്ള വലിയ ശക്തിയാണ് ഇന്ത്യ. ഇസ്രായേൽ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രവൃത്തിയിലും വീര്യത്തിലും അത്ര തന്നെ വലുതാണെന്നും ഈ 2 ശക്തികളുടെയും സഖ്യം ഇരു രാജ്യങ്ങളുടെയും ശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് പ്രധാനമന്ത്രി മോദിയുമായി മെഡിറ്ററേനിയൻ തീരത്ത് ചിലവഴിച്ച സമയം അദ്ദേഹം അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.